ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായുമുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട സജ്ജനങ്ങൾക്കും ഭഗവതി മഠം ചാനലിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ മഹേഷ് ഉഷസ്. ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ കുറേയേറെ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ചാനലിലൂടെ നാം ചർച്ച ചെയ്തു വരുന്നത്. ഹൈന്ദവ ജനതയെ സംബന്ധിച്ചിടത്തോളം വളരെ അധികം പുണ്യമായി കരുതുന്ന ഒരു കാലഘട്ടമാണ് കർക്കിടക മാസം. കാരണം രാമായണ പാരായണത്തിന് ഏറ്റവും ഉചിതമായിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ കർക്കിടക മാസം. രാമായണ പാരായണം ക്ഷേത്രങ്ങളിലും ഭവനങ്ങളിലും അതുപോലെ തന്നെയുള്ള ആശ്രമങ്ങൾ പോലെയുള്ള സ്ഥാപനങ്ങളിലുമൊക്കെ തന്നെ രാവിലെയും വൈകുന്നേരത്തുമൊക്കെ രാമായണത്തിന്റെ ശീലുകൾ കേട്ട് അതിന്റെ ഒരു സന്തോഷത്തിൽ ഹൈന്ദവർ ആറാടുന്നൊരു കാലഘട്ടം തന്നെയാണ് ഈ രാമായണ മാസ കാലഘട്ടം. കർക്കിടക മാസം പൊതുവെ പഞ്ഞമാസം എന്നാണ് പറയപ്പെടുന്നത്. കാരണം കാലാവസ്ഥയുടെ ഒരു അതിപ്രസരണം അല്ലെങ്കിൽ മഴ കൂടുതൽ ഉള്ള കാലഘട്ടമായതുകൊണ്ട് തന്നെ കൃഷികളൊക്കെ നശിക്കുവാനും അവിടെ കൊയ്ത്ത് നടക്കാത്ത കാലഘട്ടമൊക്കെ ആയിത്തീരുകയും ഒരുപാട് തരത്തിലുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും അറുതികളും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ കർക്കിടക മാസം. ആ അറുതികളിൽ നിന്നെല്ലാം മുക്തി നേടുവാൻ വേണ്ടിയിട്ടാണ് കർക്കിടക മാസത്തിൽ രാമായണ പാരായണം ചെയ്ത് ഭഗവാന്റെ അനുഗ്രഹം നമ്മളെല്ലാം തന്നെ തേടുന്നത്. ഇവിടെ ദക്ഷിണായന കാലഘട്ടം കൂടിയാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജീവജാലങ്ങൾക്കൊക്കെയും തന്നെ ദൈവ സ്വാധീനം അല്ലെങ്കിൽ ഈശ്വരാധീനം കുറയുന്നൊരു കാലഘട്ടം കൂടിയാണ്. അപ്പോൾ അതൊക്കെ നമ്മളിലേക്ക് പൂർണ്ണമായി എത്തിച്ചേരുവാൻ വേണ്ടി തന്നെയാണ് ഈ കാലഘട്ടത്തിൽ തന്നെ നമ്മൾ രാമായണ മാസാചരണം കൊണ്ടാടുന്നത്. ഈ രാമായണ മാസാചരണം തുടങ്ങുമ്പോൾ ഇത് ആചരണമായി രാമായണം പാരായണം ചെയ്യുന്ന ആൾക്കാർ ചെയ്യേണ്ട ചില ചിട്ടവട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് മുൻവർഷത്തിൽ അതിനെക്കുറിച്ചുള്ള വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്കിലും വീണ്ടും ഒരുപാട് ആൾക്കാരിൽ പലതരത്തിലുള്ള സംശയങ്ങൾ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. വാൽമീകി രചിച്ചിരിക്കുന്ന ആദി കൃതിയാണ് രാമായണം. അല്ലെങ്കിൽ സംസ്കൃതത്തിൽ രചിച്ചിരുന്ന ആ ആദിമ കാവ്യത്തെ മലയാളികൾക്ക് മലയാള ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തു തന്നത് എഴുത്തച്ഛനാണ്. എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടാണ് നമ്മുടെ ക്ഷേത്രങ്ങളിലും ഭവനങ്ങളിലും ഒക്കെ നാം ഇന്ന് വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന എഴുത്തച്ഛന്റെ ആധ്യാത്മരാമായണം കിളിപ്പാട്ടിന്റെ ആ വരികളും കഥാസന്ദർഭങ്ങളും എല്ലാം തന്നെ എല്ലാവരുടെയും ജീവിതത്തിൽ ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹത്തോടുകൂടി തന്നെ പ്രതിഫലിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. രാമായണ മാസാചരണത്തിൽ നമുക്ക് ഈ രാമായണ പാരായണം ചെയ്ത് തുടങ്ങുന്നത് രാവിലെയാണോ വൈകുന്നേരത്താണോ എന്നുള്ള സംശയം പലരിലുമുണ്ട്. നമുക്ക് രാവിലെ കുളിച്ച് ശുദ്ധിയായി നിലവിളക്കുകളൊക്കെ കൊളുത്തി അവിടെ രാമായണ പാരായണം ചെയ്ത് തുടങ്ങാം. അതുപോലെ തന്നെ രാവിലെ വായിക്കാൻ പറ്റിയില്ല എങ്കിൽ വൈകുന്നേരത്ത് വായിച്ചു തുടങ്ങുന്നതിന് അത് യാതൊരു ദോഷവും പറയുന്നില്ല. ഈ രാമായണം എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ നമുക്കറിയാം. രാമായണം, രാവുമായണം എന്നാണ് അവിടെ അർത്ഥമാക്കുന്നത്. നമ്മുടെ ഉള്ളിലുള്ളതും നമ്മുടെ ജീവിതത്തിലുള്ളതും ഒക്കെ ആയിട്ടുള്ള ആ ഒരു ഇരുട്ട് നമ്മളിൽ നിന്നൊക്കെ വിട്ടുമാറണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടുള്ള രാമായണമാണ്, അല്ലെങ്കിൽ രാവ് മാഞ്ഞു പോകട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് ഈ രാമായണ പാരായണം. രാമായണം എന്നാൽ രാമന്റെ അയനം ആണ് എന്നുകൂടി നമ്മൾ ചിന്തിക്കണം. രാമന്റെ യാത്ര കൂടിയാണ്. രാമന്റെ ജീവിതത്തിൽ കൂടിയുള്ള ആ യാത്ര, നമ്മളും യാത്ര പുറപ്പെടുകയാണ് രാമന്റെ ജീവിതത്തിലേക്ക്, ആ അനുഭവങ്ങളിലേക്ക്. ആ ഇതിഹാസ പുരുഷന്റെ ജീവിതത്തിലൂടെയുള്ള യാത്ര നമുക്കും നമ്മുടെ ജീവിതത്തിന് പകർത്താൻ നമുക്ക് സാധിക്കട്ടെ. ഈ രാമായണം പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് വൈകുന്നേരം നിർത്തുന്ന ഒരു സമയമുണ്ടല്ലോ. ആ നിർത്തുന്ന സമയം നമ്മളൊരു കാരണവശാലും യുദ്ധം അല്ലെങ്കിൽ വിഷമം അല്ലെങ്കിൽ ആരുടെങ്കിലും മരണം അങ്ങനെയുള്ള സന്താപങ്ങൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ സങ്കടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വേളയിൽ കൊണ്ട് നമ്മൾ നിർത്താൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ഈ രാമായണ പാരായണം നമ്മൾ നിർത്തുമ്പോൾ എപ്പോഴും അവിടെ ഒരു സന്തോഷം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ വേണം നമ്മൾ ഈ രാമായണ പാരായണം എല്ലാ ദിവസവും ചൊല്ലുമ്പോൾ നിർത്താൻ വേണ്ടിയിട്ടുള്ളത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തുടങ്ങുന്ന വേളയിലും എപ്പോഴും നമ്മൾ ശ്രീരാമസ്തുതിയോടുകൂടി തന്നെ വേണം ഈ പാരായണം തുടങ്ങേണ്ടത്. രാമായണ പാരായണം തുടങ്ങേണ്ടത് ശ്രീരാമസ്തുതിയോടുകൂടി. ശ്രീരാമ രാമ ജയ, ശ്രീരാമചന്ദ്ര ജയ എന്ന് തുടങ്ങുന്ന ശ്രീരാമസ്തുതി ബാലകാണ്ഡത്തിന് തുടക്കത്തിൽ എല്ലാവർക്കും അത് അറിവുള്ള കാര്യം തന്നെയാണെന്ന് അറിയാം. അപ്പൊ അത് ചൊല്ലി വേണം നമ്മൾ എന്നും തുടങ്ങാൻ വേണ്ടിയിട്ട്. അതുപോലെ തീരുമ്പോഴും നമ്മൾ ഒരു സന്തോഷം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിൽ കൊണ്ട് വേണം വായിച്ച് നിർത്തേണ്ടത്. അതുപോലെ ഒരു വരി പകുതിക്കിട്ട് നിർത്തിക്കൊണ്ട് പോകാനും പാടില്ല. അത് വരി മുഴുവിപ്പിച്ചിട്ടേ നമ്മൾ വായിച്ച് നിർത്താവുള്ളൂ. പിന്നെ ചിലർ ചോദിക്കുന്നുണ്ട്, വായിച്ച് എല്ലാ ദിവസവും വായിക്കാൻ പറ്റുന്നില്ല, ചില ദിവസങ്ങളിൽ നമുക്ക് വായിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്തെങ്കിലും ദോഷമുണ്ടോ എന്നുള്ളത്. നമുക്ക് ഇപ്പോൾ എല്ലാ ദിവസവും കണ്ടിന്യൂ ആയിട്ട് വായിക്കാൻ പറ്റുന്നില്ല എങ്കിലും ഇത് 2 ദിവസത്തിന് ശേഷം വായിക്കുന്നുള്ളൂ എങ്കിൽ ഒരു ദോഷം നമുക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. നമ്മൾ രാമായണ മാസത്തിൽ കർക്കിടക മാസത്തിൽ ഈ രാമായണ പാരായണം ചെയ്ത് തുടങ്ങിയിട്ട് കർക്കിടത്തിൽ തന്നെ അത് തീർക്കണമെന്നുള്ള യാതൊരു നിർബന്ധവും ഇല്ല. നമുക്ക് ചിലപ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട് ചില ദിവസങ്ങൾ വായിക്കാൻ പറ്റിയില്ലെങ്കിൽ കർക്കിടകം കഴിഞ്ഞ് ചിലപ്പോൾ അടുത്ത ചിങ്ങമാസത്തിലേക്ക് ആയി പോകുന്നുണ്ടാകും. അതിനകത്ത് ഒരു ദോഷവും പറയുന്നില്ല.
അതുകൊണ്ട് നമുക്ക് പറ്റുന്ന സാഹചര്യങ്ങളെല്ലാം നമ്മൾ അത് ഉപയോഗിക്കുക തന്നെ വേണം എന്നുള്ളതാണ്. മനഃപൂർവ്വം ഇന്ന് വായിക്കേണ്ട എന്ന് കരുതി ആരും മാറ്റിവെക്കാൻ പാടില്ല. ചിലപ്പോൾ ചില സാങ്കേതികമായിട്ടുള്ള കാരണങ്ങളോ ചിലപ്പോൾ സ്ത്രീകളാകുമ്പോഴത്തേക്ക് അവർക്ക് ആർത്തവപരമായിട്ടുള്ള കാരണങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ നമുക്ക് ചില ദിവസങ്ങൾ വായിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ശാരീരികമായ ബുദ്ധിമുട്ടുള്ളവർക്ക് ചിലപ്പോൾ ചില ദിവസങ്ങൾ വായിക്കാൻ സാധിക്കുന്നില്ലായിരിക്കും. അതിന് യാതൊരു ദോഷവും പറയുന്നില്ല. അതുപോലെ തന്നെ ഒരു ദിവസം ഇത്ര നേരം, ചിലപ്പോൾ അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ കൃത്യമായി തന്നെ എല്ലാ ദിവസവും വായിക്കണം എന്നുള്ള നിബന്ധന ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ നിബന്ധനയില്ല. നമുക്ക് ഒരു ദിവസം ചിലപ്പോൾ നമുക്ക് അരമണിക്കൂർ ചിലപ്പോൾ പറ്റുന്നുള്ളൂ, ചിലപ്പോൾ 10 മിനിറ്റിനെ പറ്റുന്നുള്ളായിരിക്കും. അത് മതി. നമ്മൾ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരത്ത് എടുത്ത് അതൊന്ന് പാരായണം ചെയ്ത് നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം നേടാവുന്നതാണ്. എനിക്ക് യാതൊരു ദോഷവും പറയുന്നില്ല. അതിന്റെ ചില ആൾക്കാർ പറയുന്നുണ്ട്, ഒരു ദിവസം ഇത്ര ഭാഗം വായിച്ച് അത്രയും ഭാഗങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ 30 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ കർക്കിടകം തീരുന്നതിനുള്ളിൽ തന്നെ തീർക്കണം നിർബന്ധമാണെന്നൊക്കെ പറയുന്നത്. അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഇത് രാമായണത്തിന് തന്നെ പലതരത്തിലുള്ള ആചാര രീതികളുണ്ട്. ഈ രാമായണ മാസാചരണം, അതായത് ഈ കർക്കിടക മാസത്തിൽ മാത്രം വായിക്കുന്ന ആൾക്കാരുണ്ട്, എല്ലാ ദിവസവും വായിക്കുന്ന ആൾക്കാരുണ്ട്, ചിലപ്പോൾ വർഷത്തിൽ എന്തെങ്കിലും വിശേഷ ഘട്ടങ്ങളിൽ മാത്രം വായിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത് രാമായണത്തിന് യാതൊരു നിഷ്ഠകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള നിഷ്കർഷയൊന്നും പറയുന്നില്ല. നമ്മൾ എത്രത്തോളം ആ രാമായണം വായിക്കുന്നോ അത്രത്തോളം ശ്രീരാമസ്വാമിയുടെയും ഭഗവാൻ ഹനുമാൻ സ്വാമിയുടെയും അനുഗ്രഹം നമുക്ക് എപ്പോഴും ഉണ്ടാവും. കാരണം രാമായണ പാരായണം എന്നാൽ നമ്മൾ ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹമാണ് അവിടെ തേടുന്നതെങ്കിലും എവിടെയൊക്കെ രാമന്റെ നാമം ചൊല്ലുന്നോ അവിടെയൊക്കെ ഹനുമാൻ സ്വാമി ഉണ്ടാവുമെന്ന് കേൾക്കുന്നുണ്ടല്ലോ. ചിലരിലുള്ള സംശയമാണ്, വൈകുന്നേര സമയങ്ങളിൽ ഹനുമാൻ സ്വാമി സന്ധ്യാവന്ദനം ചെയ്യുന്ന സമയമായതുകൊണ്ട് ആ സമയത്ത് പാരായണം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, മിക്ക സ്ഥലങ്ങളിലും വൈകുന്നേരത്താണ് അല്ലെങ്കിൽ സന്ധ്യാസമയത്താണ് ഈ രാമായണം പാരായണം ചെയ്യുന്നത്. കാരണം നമുക്ക് ആ പകൽ മറഞ്ഞിട്ട് രാവ് ആകുന്ന സമയത്ത് ആ രാവ് മാഞ്ഞ് നമുക്ക് എപ്പോഴും വെളിച്ചം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന സങ്കല്പത്തിലാണ് നമ്മൾ ഈ സന്ധ്യാസമയത്ത് രാമായണം പാരായണം ചെയ്യുന്നത്. അപ്പൊ ആ ഘട്ടത്തിൽ ഹനുമാൻ സ്വാമിയുടെ സന്ധ്യാവന്തന സമയമാണ് അത് ചെയ്യാൻ പാടില്ല എന്ന് ആരൊക്കെയോ അങ്ങനെ പറഞ്ഞു വരുത്തിയിരിക്കുകയാണ്. അങ്ങനെ ഒരു നിഷ്കർഷയുമില്ല. നമ്മൾ എവിടെയൊക്കെ രാമായണം പാരായണം ചെയ്യുന്നു അവിടെയൊക്കെ തന്നെ ഹനുമാൻ സ്വാമിയുടെയും സാന്നിധ്യം ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ ഉത്തരകാന്ഡം അല്ലെങ്കിൽ ഉത്തര രാമായണം പാരായണം ചെയ്യാൻ പാടില്ല എന്ന് ചിലർ പറയുന്നുണ്ട്. അങ്ങനെയും ഉള്ള യാതൊരു നിബന്ധനകളും എങ്ങും ഒരു ആചാര്യന്മാരും പറഞ്ഞിട്ടില്ല. കാരണം ഉത്തരരാമായണമായാലും നമ്മുടെ സുന്ദരരാമായണമായാലും ഇതൊക്കെ തന്നെ പൂർണ്ണമായിട്ടും ഈ ആദി കാവ്യമായിരിക്കുന്ന രാമായണത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ഭാഗം തന്നെയാണ്. ഇത് രണ്ടും വായിച്ച് പൂർത്തിയാക്കിയാൽ മാത്രമേ അവിടെ ഈ ഒരു രാമായണ പാരായണത്തിന്റെ പൂർണ്ണത എത്തുന്നുള്ളൂ. നമ്മൾ രാമായണ മാസാചരണത്തിൽ രാജ്യാഭിഷേക സമയത്ത് അവസാന ദിനത്തിലെ രാജ്യാഭിഷേക സമയത്ത് വായിച്ചു നിർത്തുന്നത് വളരെയധികം ഉത്തമം തന്നെയാണ്. അവിടെ വെച്ച് നമ്മൾ നിർത്തിയാലും നമുക്ക് ദോഷമൊന്നും പറയുന്നില്ല. പക്ഷെ ചിലപ്പോൾ ഈ മാസത്തിന്റെ പകുതിയോ അല്ലെങ്കിൽ ചിലപ്പോൾ 20 ദിവസം 25 ദിവസം കൊണ്ട് ചിലപ്പോൾ ഈ രാജ്യാഭിഷേകം ചെയ്ത് വായിച്ച് തീർക്കുന്ന ആൾക്കാരുണ്ടാകും. അപ്പോൾ ബാക്കിയുള്ള ദിവസങ്ങളിൽ അവർ ഉത്തരരാമായണം വീടുകളിലായാലും ക്ഷേത്രങ്ങളിലായാലും വായിക്കുന്നതിനകത്ത് യാതൊരു ദോഷവും പറയുന്നില്ല. അവിടെ പൂർണ്ണമായിട്ടും പ്രതിപാദിച്ചിരിക്കുന്നത് രാവണന്റെ ഗീതികളൊക്കെ ആയതുകൊണ്ടാകാം ചിലപ്പോൾ ആൾക്കാർ അവിടെ അത് വേണ്ട എന്നൊരു രീതി കൈക്കൊണ്ടേന്ന് തോന്നുന്നു. പക്ഷെ എങ്കിലും നമുക്ക് അവിടെ അത് പൂർണ്ണമാകണമെങ്കിലും ഈ വാൽമീകി ആയാലും എഴുത്തച്ഛൻ പരിഭാഷ ചെയ്തതായാലും ആ ഭാഗത്തിന്റെ ആവശ്യമില്ല എങ്കിൽ പിന്നെ അത് എഴുതാതിരുന്നാലും മതിയായിരുന്നല്ലോ. അതൊക്കെയാണ് നമ്മൾ ലോജിക്കായിട്ട് ചിന്തിക്കേണ്ട കാര്യങ്ങൾ. അതുപോലെ ഒരു വീട്ടിൽ രാമായണ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന വേളയിൽ ഒരു മരണം ഉണ്ടാകുക, ഒരു പുല ഉണ്ടാകുന്ന കാലഘട്ടം ആകുകയാണെങ്കിൽ തുടർന്ന് പാരായണം ചെയ്യാമെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ പുലയുള്ള കാലഘട്ടത്തിൽ വീട്ടിൽ അത് പാരായണം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഈ വാസ്തവം. കാരണം ഈ പുലയ്ക്ക് ശേഷം നമുക്ക് വീണ്ടും തുടർന്ന് പാരായണം ചെയ്യുക. അടുത്ത കർക്കിടക മാസത്തിന് മുമ്പ് നിങ്ങളത് വായിച്ച് തീർത്താൽ മതി എന്നുള്ളതാണ്. കാരണം ചിലപ്പോൾ എല്ലാ ദിവസവും 10 മിനിറ്റ് വീതം ചിലപ്പോൾ വായിക്കാൻ പറ്റുന്നുള്ള ജീവിത സാഹചര്യങ്ങളല്ലേ, പലതരത്തിലുള്ള തിരക്കുകളും ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് ചിലപ്പോൾ ഒരു ദിവസം ചിലപ്പോൾ 10 മിനിറ്റോ അരമണിക്കൂറോ ചിലപ്പോൾ മാറ്റി വയ്ക്കാൻ സാധിക്കുന്നുള്ളതായിരിക്കും. അങ്ങനെ വായിച്ച് ചിലപ്പോൾ നമുക്കത് 6 മാസം കൊണ്ടായിരിക്കും ചിലപ്പോൾ തീർക്കാൻ പറ്റുന്നത്. അതിനകത്ത് യാതൊരു ദോഷവും പറയുന്നില്ല. അങ്ങനെ വായിക്കുമ്പോഴാണ് അത് നിത്യരാമായണം ആകുന്നത്. അങ്ങനെ എല്ലാ ദിവസവും ഈ 6 മാസം കൊണ്ട് വായിച്ച് തീർക്കുന്നവൻ തീർച്ചയായും ഒന്നുകൂടി ചിന്തിക്കും, ഇവിടെ തീർന്നില്ലേ, നമുക്ക് ഒന്നുകൂടി തുടങ്ങാമോ. അത് ഭഗവാന്റെ അനുഗ്രഹം അവന് കിട്ടുന്നതുകൊണ്ടാണ്. അപ്പൊ അതിനകത്ത് യാതൊരു ദോഷവും പറയുന്നില്ല. പിന്നെ ഒരു പായില് അല്ലെങ്കിൽ ഒരു പീഠത്തിലൊക്കെ ഇരുന്നുകൊണ്ട് വേണം നമ്മൾ പൂർണ്ണമായിട്ടും ഈ ആചരണ രാമായണം പാരായണം ചെയ്യേണ്ടത്. ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും അസ്വസ്ഥതയുള്ളവർ ആണ് എങ്കിൽ നമുക്ക് നിലവിളക്ക് കത്തിച്ച് വെച്ചിട്ട് അവിടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വേണമെങ്കിൽ ആ രാമായണം എടുത്ത് അപ്പുറത്ത് മാറി ഒരു കസേരയിട്ട് ഇരുന്ന് അവിടെ ചൊല്ലുന്നതിനകത്ത് യാതൊരു ദോഷവും പറയുന്നില്ല കേട്ടോ. നമ്മൾ കാരണം ഇപ്പോൾ ഈ രാമായണം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ രാമായണ മാസ പാരായണ ആചരണത്തിന് മാത്രമല്ല, ഈ രാമായണത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഈ രാമായണം ഉപയോഗിക്കാറുണ്ട്. ചില സ്കൂളുകളിലൊക്കെ രാമായണത്തിന്റെ പാഠഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വേളകളിലൊക്കെ ഈ പാരായണം ചെയ്യുന്നില്ലേ പുറത്ത്. അപ്പൊ എന്ന് പറയുന്ന പോലെ നമുക്ക് അവിടെ ആചരണത്തിൽ പൂർണ്ണമായിട്ട് ഈശ്വര അനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടി നിലവിളക്കൊന്ന് കൊളുത്തി അവിടെ വെച്ച് പ്രാർത്ഥിച്ചിട്ട് നമുക്കത് മാറിയിരുന്ന് പാരായണം ചെയ്യാം. അത് ഓരോരുത്തരുടെ ശാരീരിക സ്ഥിതി അനുസരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ യാതൊരു ബുദ്ധിമുട്ടും ശരീരത്തിൽ ഇല്ലാത്തവർ പൂർണ്ണമായിട്ടും നിലവിളക്കിന് മുമ്പിൽ ഒരു പാവിരിച്ച് അല്ലെങ്കിൽ ഒരു പീഠത്തിന്റെ മുകളിൽ ഇരുന്ന് തന്നെ പാരായണം ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ സംശയങ്ങളൊക്കെ 1-2 പേര് ചോദിച്ചതിനെ കുറിച്ചുള്ള മറുപടികളൊക്കെയാണ് ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. ഇനിയും എന്തായാലും പല ചോദ്യങ്ങളും വരാനും അതിനൊക്കെയുള്ള മറുപടിയായിട്ട് പല വീഡിയോകളിലായിട്ട്
നമുക്ക് രാമായണ മാസത്തിൻ്റെ ആചരണങ്ങളും അതിൻ്റെ സംശയങ്ങളും അതിനുള്ള ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോകളിലൂടെ കാണാം. ഇന്ന് തൽക്കാലം നിർത്തുന്നു. എല്ലാവർക്കും ശ്രീരാമസ്വാമിയുടെയും ഹനുമാൻ സ്വാമിയുടെയും ഒക്കെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായുമുള്ള കാര്യങ്ങൾ കൂടുതലറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.